ക്രിസ്മസിനെ വരവേൽക്കുന്ന ഈ ആഗമനകാലത്തിൻ്റെ 23-ാം ദിവസത്തെ ചിന്തയ്ക്കായിട്ടുള്ള വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 36 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങളാണ്. പ്രവാചകയായ അന്ന നന്ദി പറയുന്നു. ആരാണ് ഈ അന്ന? അശറിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഫനുവേലിൻ്റെ മകളായിരുന്നു അന്ന. ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതയായ അന്ന വെറും 7 വർഷം കഴിഞ്ഞപ്പോൾ വിധവയായ അന്ന രാവും പകലും ഇടവിടാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തെ ആരാധിച്ചും ദേവാലയത്തിൽ തന്നെ കഴിഞ്ഞു. ഈ സമയത്താണ് യഹൂദ നിയമപ്രകാരം യേശുവിൻ്റെ അമ്മ മറിയയുടെ ശുദ്ധീകരണത്തിനായി മറിയയും ജോസഫും 40 ദിവസം പ്രായമുള്ള ഉണ്ണിയേശുവിനെയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ എത്തുന്നത്. അപ്പോൾ ശിമയോൻ ഉണ്ണിയേശുവിനെ തൻ്റെ കൈകളിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. ഈ സമയത്ത് അന്നയും അവിടെ ഉണ്ടായിരുന്നു. ശിശുവായ യേശുവിനെ വാഗ്ദത്തപ്പെട്ട മശിഹ ആയി അവൾ തിരിച്ചറിഞ്ഞു. പിന്നെന്തായിരുന്നു? അവൾ യേശുവിൻ്റെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് സംസാരിച്ചു. അന്ന പ്രാർത്ഥനയിലും ഉപവാസത്തിലും സ്ഥിരമായിരുന്നു. ദൈവം അവൾക്ക് പ്രതിഫലം നൽകി. ശിശുവായ യേശുവിനെ കാണുവാനുള്ള ഭാഗ്യം അവൾക്കുണ്ടായി. അന്ന ആത്മസന്തോഷത്തോട് ദൈവത്തിന് നന്ദി പ്രകടിപ്പിച്ചു. അന്നയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തൻ്റെ വൈധവ്യത്തെ ശപിച്ചും തൻ്റെ ദാരിദ്ര്യത്തെ ചൊല്ലി ദൈവത്തോട് പരാതി പറഞ്ഞും പുറപുറത്തും ജീവിച്ചേനെ. എന്നാൽ അന്ന ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങളിലും വാർദ്ധക്യത്തിൻ്റെ നാളുകളിലും ദൈവത്തെ സ്തുതിക്കുവാൻ മടി കാണിച്ചില്ല. ആരാധനയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്ന ജീവിതം ഒരിക്കലും പാഴാകുകയില്ല. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുവാനും അവനോട് നിലവിളിക്കുവാനും അടുത്തുവരുന്ന ഓരോ നിമിഷങ്ങളും അവൻ കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ ഓരോ ഞരക്കങ്ങളും അവൻ അറിയുന്നു. നമ്മുടെ പ്രയാസങ്ങളുടെ നടുവിലും നമുക്ക് ദൈവത്തോട് നന്ദി പറയുവാൻ കഴിഞ്ഞെങ്കിൽ ഇതിലും വലിയ ഒരു ആരാധന വേറെ ഇല്ല. ദൈവസന്നിധിയിൽ ഇപ്രകാരം നന്ദിപൂർവം ജീവിക്കുന്നതിലൂടെ എണ്ണിയാൽ തീരാത്ത നന്മകൾ അനുഭവിക്കുവാൻ കഴിയും. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ജീവിക്കുന്നതിലൂടെ ദൈവസ്നേഹം കൂടുതൽ അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ.